നമുക്കറിയാം, ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ച്, ഏറ്റവും വലിയ വെല്ലുവിളി മയക്കുമരുന്നിൻ്റെ വ്യാപനമാണ്. നമ്മുടെ സംസ്ഥാനം ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞതാണ്. വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ, വിദ്യാഭ്യാസ രംഗത്ത് നമുക്കുണ്ടായ പുരോഗതി, ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ നിരവധി വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് ആ ഇൻഡെക്സ് പരിശോധിക്കുമ്പോൾ നമ്മൾ മുൻപന്തിയിലാണ്. ഇന്ന് പക്ഷേ മയക്കുമരുന്ന് വ്യാപനം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറിയിരിക്കുന്നു എന്നത് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. ഞാൻ നിങ്ങളുടെ പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളെയെല്ലാം ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചാണ് പഠിപ്പിച്ചിരുന്നത്. അന്ന് പറയും ജനസംഖ്യ നിയന്ത്രിക്കണം, ജനസംഖ്യ ഒരുപാടായാൽ വലിയ പ്രശ്നമാവും, 200 കോടിയും 300 കോടിയും ഇന്ത്യയിലെ ജനസംഖ്യ ആവും എന്നെല്ലാം പഠിച്ചു വളർന്നവരാണ് ഞങ്ങളെല്ലാം. പക്ഷെ ഞാൻ വലുതായപ്പോൾ ഇപ്പോൾ കേൾക്കുന്ന വാക്ക് ജനസംഖ്യ നിയന്ത്രണം എന്നല്ല, പകരം കേൾക്കുന്ന മനോഹരമായ ഒരു വാക്ക് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നാണ്. ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ ജനസംഖ്യ. ആ ജനസംഖ്യ നമ്മുടെ സ്റ്റേറ്റിന്, നമ്മുടെ രാജ്യത്തിന് നൽകുന്ന ഡിവിഡൻഡ് ആണ്. ആരാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്? ചെറുപ്പക്കാരാണ്. നമ്മുടെ ജനസംഖ്യയുടെ 65% യങ്സ്റ്റേഴ്സ് ആണ്. അതാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. ജനസംഖ്യ നമുക്ക് നമ്മുടെ സ്റ്റേറ്റിന് നൽകുന്ന അഡ്വാൻറ്റേജ് ആണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. അത് ചെറുപ്പക്കാരാണ്. കാരണം എന്താ? അവർ ക്രിയേറ്റീവാണ്, അവർ കൺസ്ട്രക്റ്റീവാണ്. ഒരു 65% ചെറുപ്പക്കാരാകുമ്പോൾ ഒരു നാട് അത്ഭുതകരമായ, വിസ്മയകരമായ പുരോഗതിയിലേക്ക് കുതിച്ചുപായും എന്നാണ് ലോകത്തിന്റെ മുഴുവൻ കണക്ക്. അപ്പൊ നമ്മുടെ സ്വപ്നം എന്താണ്? നമ്മുടെ സ്വപ്നം നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ നാടിന്റെ പുരോഗതിയിലെ ഏറ്റവും വലിയ നാഴികക്കല്ല് എന്ന് പറയുന്നത് നാടിന്റെ യുവത്വമാണ്. ആ യുവത്വത്തെ മയക്കി കിടത്താൻ, അവരെ ഇല്ലാതാക്കാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇന്ന് മയക്കുമരുന്നാണ്. പലതരത്തിലുള്ള മയക്കുമരുന്നുകൾ കേരളത്തിൽ വ്യാപകമാവുകയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ശ്രദ്ധിച്ചോളണം, ക്രൈം, കുറ്റകൃത്യങ്ങൾ നടക്കുന്നതിന്റെ സ്വഭാവം മാറിയിരിക്കുന്നു, നേച്ചർ മാറിയിരിക്കുന്നു. വളരെ ബ്രൂട്ടലായിട്ടുള്ള, ക്രൂരമായിട്ടുള്ള രീതിയിലാണ് കുറ്റകൃത്യങ്ങൾ നടത്തുന്നത്. കാരണം അതിന് മയക്കുമരുന്നിന്റെ പിന്തുണയോടുകൂടിയാണ് അവർ ഈ ബ്രൂട്ടലായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടത്തുന്നത്. ജന്മം നൽകിയ മാതാപിതാക്കളെ കൊല്ലുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഡ്രഗ് അഡിക്റ്റ് പറഞ്ഞത്, ഞാൻ എൻ്റെ അമ്മയെ കൊന്നു. ആരാ അമ്മ? 10 മാസം ഗർഭാശയത്തിൽ വെച്ച് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ച് അവനെ പ്രസവിച്ച് കുഞ്ഞി കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി തൊട്ടിൽ കെട്ടി താരാട്ട് പാടി വളർത്തി ഇവൻ വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ 3 നേരവും പ്രാർത്ഥനയോടുകൂടി വീട്ടിൽ കാത്തിരിക്കുന്ന ഒരു അമ്മയെ മകൻ കൊല്ലുകയാണ്. എനിക്ക് ജന്മം തന്നതിന്റെ പേരിലാണ് ഞാൻ എൻ്റെ അമ്മയെ കൊന്നത് എന്ന് അവൻ പോലീസിനോട് പറയുക. എവിടെ എത്തി നിൽക്കുന്നു, എവിടെ എത്തി നിൽക്കുന്നു? അത്ര ഭയാനകമായൊരു സ്ഥിതിവിശേഷമുണ്ട്. പല കുടുംബങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ അവർ പുറത്തു പറയുന്നില്ല. എനിക്ക് ഒരുപാട് ആളുകൾ വന്ന്, ഒരുപാട് മാതാപിതാക്കൾ വന്ന് ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു. ഞാൻ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഞങ്ങൾ ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നു. ഞാൻ നിറകണ്ണുകളോടെ പറഞ്ഞു, എൻ്റെ അടുത്ത് വന്ന് ഈ അഡിക്ട്സ് ഉള്ള വീടുകളിലെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് പുറത്തു പറയാൻ പറ്റില്ല. ആ കുടുംബങ്ങളിൽ അവരനുഭവിക്കുന്ന ദുഃഖം, അവരനുഭവിക്കുന്ന പീഡാനുഭവങ്ങൾ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇവരെ നിയന്ത്രിക്കുന്നത് അവരല്ല, ഈ മയക്കുമരുന്നാണ്. നമുക്കൊരു പ്രതിജ്ഞ എടുക്കണ്ടേ? ഈ മയക്കുമരുന്നിനെ നമ്മൾ കേരളത്തിന്റെ മണ്ണിൽ നിന്ന്, നമ്മൾ ഈ ശൃംഖലയെ നമ്മൾ ആക്കി ഓടിക്കുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട. അത് ഈ നാടിന്റെ യുവത്വത്തിന് വേണ്ടി ഈ നാട് മുഴുവൻ ഒറ്റക്കെട്ടായി എടുക്കുന്ന ഒരു തീരുമാനമാണ്. ഈ കേരളത്തിന്റെ മണ്ണിൽ ഈ മയക്കുമരുന്ന് ശൃംഖലയെ, ഈ മാഫിയയെ നമ്മൾ വാഴാൻ അനുവദിക്കില്ല. അവരെ വാഴാൻ അനുവദിച്ചാൽ ഞാൻ നിങ്ങളോട് പറയുന്നു,
പിന്നെ കേരളം ഉണ്ടാകില്ല. നമ്മുടെ കേരളം ഉണ്ടാകില്ല. നമ്മൾ സ്വപ്നം കാണുന്ന ഒരു കേരളം. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കുറിച്ച് എത്രയോ വലിയ സ്വപ്നങ്ങളാണ് കാണുന്നത്. നിങ്ങൾ വളർന്നു വലുതായി വരുമ്പോൾ വലിയ ഉയരങ്ങളിലേക്ക് എത്തണം എന്നവർ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുമ്പോൾ നിങ്ങൾ മയക്കുമരുന്നിന്റെ അടിമയായി നിങ്ങളുടെ ആരോഗ്യം തകർത്ത് നിങ്ങളുടെ ജീവിതം തകർത്താൽ പിന്നെ ആ മാതാപിതാക്കൾക്ക് പിന്നെ ജീവിതത്തിൽ ബാക്കി എന്താണുള്ളത്? ഇതിനുവേണ്ടി പലരും പല രീതിയിലും സ്വാധീനിക്കും. നമ്മൾ പണ്ട് ക്യാച്ച് ദ യങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു പോസിറ്റീവായിട്ടാണ് ക്യാച്ച് ദ യങ് എന്ന് പറയുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്യാൻ യുവത്വത്തെ നമ്മൾ കൂട്ടുപിടിക്കുക, അവരെ ചേർത്ത് പിടിക്കുക എന്നതാണ്. പക്ഷേ ഇന്ന് മയക്കുമരുന്ന് മാഫിയ ചെയ്യുന്നത് ക്യാച്ച് ദ യങ് ആണ്. ഏറ്റവും ചെറുപ്പക്കാരെ, കുട്ടികളെ അവർ ടാർഗറ്റ് ചെയ്ത് അവർ തകർക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അതിനെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടം ഇത് ആഭ്യന്തര വകുപ്പോ ഗവൺമെന്റോ മാത്രം ചെയ്യുന്ന ഒരു നടപടിയായി നിങ്ങൾ കാണരുത്. ഇത് കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മാതാപിതാക്കളും മറ്റ് രക്ഷകർത്താക്കളും അധ്യാപകരും പോലീസും എക്സൈസും എൻഫോഴ്സ്മെന്റ് ഏജൻസികളും എല്ലാവരും ചേർന്ന് എടുക്കുന്ന ഒരു ദൗത്യമാണ്, മിഷനാണ്. ഈ മിഷന് 2 വശങ്ങളുണ്ട്. ഒന്ന് എൻഫോഴ്സ്മെന്റാണ്. അത് ചെയ്യേണ്ടത് പോലീസും എക്സൈസുമാണ്. വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ കേരളത്തിലെ പോലീസിനും കേരളത്തിലെ എക്സൈസിനും അവരുടെ ഒരു കയ്യൊപ്പിടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ മിഷനായി നമ്മൾ ഇതിനെ മാറ്റണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. കേരളത്തിലെ പോലീസിന്, കേരളത്തിലെ എക്സൈസിന് അഭിമാനത്തോടു കൂടി രാജ്യത്തോട് പറയാൻ കഴിയണം, ഞങ്ങൾ എൻഫോഴ്സ്മെന്റ് കൃത്യമായി നടപ്പാക്കി മയക്കുമരുന്ന് മാഫിയയെ, ഈ ശൃംഖലയെ, ഈ ചെയിനെ ഞങ്ങൾ ഇല്ലാതാക്കി എന്ന് പറയണം. അതിനുള്ള മുഴുവൻ പിന്തുണയും എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. 2 അവയർനെസ് ആണ്, ബോധവൽക്കരണമാണ്. ഇതിന്റെ അപകടത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് മനസ്സിലാക്കിക്കുക. അതിൽ അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും NGOകൾക്കും വിവിധ ഏജൻസികൾക്കും എല്ലാവർക്കും പങ്കുണ്ട്. എല്ലാവരെയും സമന്വയിപ്പിച്ച് ആഭ്യന്തര വകുപ്പും എക്സൈസ് വകുപ്പും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും എല്ലാവരും ലോക്കൽ ബോഡികളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് കേരളം ഒറ്റക്കെട്ടായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ മക്കളെ കൊലയ്ക്ക് കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന് പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു ഉജ്ജ്വലമായ വിജയം, ലക്ഷ്യത്തിലെത്തിക്കാനുള്ള ഉജ്ജ്വലമായ വിജയമാക്കി മാറ്റാൻ ഞാൻ നിങ്ങളെ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഓപ്പറേഷൻ തുഫാൻ എന്ന പേരിൽ ആരംഭിക്കുന്ന ഈ പദ്ധതി വിദ്യാഭ്യാസ, എക്സൈസ്, ആരോഗ്യ വകുപ്പുകളുടെ സഹായത്തോടെ സംയുക്തമായി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. നമുക്കറിയാം, കേരളത്തിൽ ഇന്ന് യുവാക്കളെ വഴിതെറ്റിക്കുന്ന മയക്കുമരുന്ന് കേന്ദ്രങ്ങളും അതിൻ്റെ വ്യാപാരികളും വളരെ സജീവമായി തന്നെ പ്രവർത്തിക്കുകയാണ്. അവരെ ഞാൻ വിളിക്കുന്നത് മരണത്തിൻ്റെ വ്യാപാരികൾ എന്നാണ്. കുട്ടികളെ കണ്ടെത്തി പുതിയ തലമുറയെ മയക്കുമരുന്നിന് അടിമകളാക്കി മാറ്റുന്ന വലിയ വലിയ കേന്ദ്രങ്ങൾ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ വേരറക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ചെറുപ്പക്കാരെയും കുട്ടികളെയും വഴിതെറ്റിക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായ അന്തർദേശീയ മയക്കുമരുന്ന് ശൃംഖലയുടെ ഭാഗമായി കേരളത്തിൽ ഈ താല്പര്യമുള്ള ആളുകൾ, നിക്ഷിപ്ത താല്പര്യക്കാർ പ്രവർത്തിക്കുകയാണ്. ഒരിക്കൽ അവരുടെ വലയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മോചനമില്ല. അതുകൊണ്ടാണ് അവരുടെ വലയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണം ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ പിടികൂടി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള എൻഫോഴ്സ്മെന്റ് മറ്റു ഭാഗത്ത്. ശക്തമായ നടപടികളുമായിട്ട് കേരള പോലീസ് മുന്നോട്ട് പോകും. നമ്മളിവിടെ ഇതിൽ നോഡൽ ഓഫീസറായി
IG ഇന്റലിജൻസ് വിമലാദിത്യയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. IG ഇന്റലിജൻസിന്റെ ചുമതല വഹിക്കുന്ന വിമലാദിത്യയാണ് ഈ പദ്ധതിയുടെ നോഡൽ ഓഫീസറായി നിയമിക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംവിധാനം, നാർക്കോട്ടിക് സെല്ലും ക്രൈംബ്രാഞ്ചും ഉൾപ്പെടെയുള്ള പോലീസ് സംവിധാനം ജില്ലാതലങ്ങളിലും താഴോട്ടും ഊർജ്ജസ്വലമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഈ മണിക്കൂർ മുതൽ കേരളത്തിൽ ഇതിന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. എനിക്ക് ഈ ലഹരി വിൽപ്പനക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇത് അവസാനിപ്പിക്കണം, നിങ്ങളിത് നിർത്തണം. നിങ്ങളിത് അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ, നിർത്തുന്നില്ല എങ്കിൽ നിയമത്തിന്റെ കരങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നവരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ഇത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദൗത്യമാണ്. ഞാൻ 14 ജില്ലകളിലും ഒരു വാക്കത്തോൺ സംഘടിപ്പിച്ചിരുന്നു. അന്ന് ഞാൻ മന്ത്രിയായിരുന്നില്ല. കേരളത്തിലെ 14 ജില്ലകളിലും മയക്കുമരുന്നിനെതിരായി നടത്തിയ വാക്കത്തോണിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ പാർട്ടികളിൽപ്പെട്ട ആളുകളും അതിനോട് സഹകരിക്കുകയുണ്ടായി. എല്ലാവരും ഇതൊരു സോഷ്യൽ കൺസേൺ ആയി കണ്ടുകൊണ്ട് യോജിച്ച് പ്രവർത്തിക്കുകയുണ്ടായി. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളാണ് ഈ വാക്കത്തോണിൽ പങ്കെടുത്തത്. അമ്മമാർ, സഹോദരിമാർ മക്കളെ സ്കൂളിൽ അയച്ചിട്ട് നെഞ്ചിൽ തീയുമായി കഴിയുന്ന അമ്മമാരുടെ ദുഃഖം എനിക്ക് കാണാൻ കഴിഞ്ഞു. സഹോദരിമാരുടെ നെഞ്ചെടുപ്പ് കേൾക്കാൻ കഴിഞ്ഞു. മക്കളെ പറ്റി വേദനിക്കുന്ന മാതാപിതാക്കളുടെ ദുഃഖം ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. നമ്മുടെ നാടിനെ വിഴുങ്ങുന്ന ഈ മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുന്നത്. ഇതൊരു ഇന്റഗ്രേറ്റഡ് വാറാണ്. പോലീസ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല. എക്സൈസും വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും എല്ലാം ചേർന്നുകൊണ്ടുള്ള സർക്കാരിന്റെ ഒരു പരിപാടിയാണ്. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതിനകത്ത് ചെറിയതായ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചാൽ അവരുടെ പേരിൽ ശക്തമായ നടപടി ഉണ്ടാകും. അതുപോലെ തന്നെ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഈ പദ്ധതിയിൽ പൂർണ്ണ സഹകരണമാണ്, പോലീസിന്റെ നേതൃത്വമാണ് ഞങ്ങൾ ഈ പദ്ധതി കൊണ്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ പദ്ധതി വിജയിക്കണമെങ്കിൽ ജനങ്ങളുടെ സഹകരണം അനിവാര്യമാണ്. ഇൻഫർമേഷൻ ആവശ്യമാണ്. ആ ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടുള്ള നിരവധി ആപ്പുകൾ പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇൻഫർമേഷൻ തരുന്ന ഒരാളെയും ഞങ്ങൾ അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടില്ല. അവരെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനുള്ള അവസരം കൊടുക്കില്ല. ആ വിവരങ്ങൾ ലഭ്യമാക്കുന്നവർക്ക് തീർച്ചയായും പൂർണ്ണമായ സംരക്ഷണം കേരള പോലീസ് ഏർപ്പെടുത്തുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലെ പ്രതികളെ ഇറക്കിക്കൊണ്ടു പോകുന്ന കാലം കഴിഞ്ഞു. പോലീസ് സ്റ്റേഷനുകൾ ജനസേവാ കേന്ദ്രങ്ങളാക്കി മാറ്റുകയും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് പോലീസ് ഒരു പേടി സ്വപ്നമായി മാറുകയും ചെയ്യുന്ന ഒരു പോലീസ് നയമായിരിക്കും പുതിയ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ വൻതോതിലുള്ള മയക്കുമരുന്ന് കച്ചവടക്കാരും മയക്കുമരുന്ന് വ്യാപാരികളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെയും ഞങ്ങൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഇതിനകത്ത് നോ എക്സ്ക്യൂസസ് എന്നുള്ളത് പ്രത്യേകം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരവനിൽ കയറി പരിശോധിക്കില്ല എന്ന ധൈര്യം ആർക്കും വേണ്ട. നിയമത്തിന്റെ മുമ്പിൽ സ്റ്റാറ്റസോ പണമോ പദവിയോ നോക്കിയിട്ടല്ല പോലീസ് പ്രവർത്തിക്കാൻ പോകുന്നത്. ഡാർക്ക് വെബിന്റെ മറവിൽ നിന്ന് കച്ചവടം നടത്തുന്ന ഡിജിറ്റൽ അടയാളങ്ങൾ പിന്തുടരാൻ സൈബർ സെല്ലിന് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതൊരു തന്ത്രപരമായ മുന്നറിയിപ്പാണ്. ഈ ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരും ഇന്നോടുകൂടി ഈ കച്ചവടം അവസാനിപ്പിക്കുന്നതാണ് അവർക്ക് നല്ലത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 5 സ്റ്റാർ ഹോട്ടലുകളിലും DJ പാർട്ടികളിലും മയക്കുമരുന്ന് ഉപയോഗം നിർത്തണം.
ആ പാർട്ടികൾ ഉദ്ദേശിക്കുന്നത് മയക്കുമരുന്ന് വിതരണമോ ഉപയോഗമോ അല്ല എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. ഇല്ലെങ്കിൽ അവിടെയും നിയമത്തിന്റെ കരങ്ങൾ പിന്തുടരും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ ഈ മയക്കുമരുന്ന് കേന്ദ്രങ്ങൾക്കുണ്ട്. അതിനെ തകർക്കാനുള്ള വിപുലമായ പദ്ധതി കേരള പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നത്തിന് അത് ഏറ്റെടുത്ത് അതിനെതിരെ ഒരു പോരാട്ടം നയിക്കാനാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ലഹരിക്കെതിരായ നമ്മുടെ പോരാട്ടം തുടരുകയാണ്. നമുക്കറിയാം, എന്നും ലഹരിക്കെതിരായ പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിവിധ തലത്തിൽ മദ്യവർജന സമിതികളും ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ താരതമ്യേന ലഹരി കൊണ്ടുണ്ടാകുന്ന കെടുതികളെക്കാൾ ഇന്ന് മാറിയ ലഹരിയുടെ രൂപം ഉണ്ടാക്കുന്ന കെടുതികൾ ചെറുതല്ല. ഇപ്പൊ കഴിഞ്ഞ വർഷം സ്വന്തം കുട്ടികളുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ട അച്ഛനമ്മമാരുടെ എണ്ണം എത്രയാണ്? കയ്യോ വളരുന്നത് കാലോ വളരുന്നത് എന്ന് നോക്കി വളർത്തിയ അമ്മമാർ, അവരുടെ പിതാക്കന്മാർ, സ്വന്തം മക്കളുടെ കരങ്ങളാൽ കൊല്ലപ്പെടുന്ന ഏറെ ദയനീയമായ കാഴ്ചകൾ നമ്മൾ കണ്ടു. അവരാരും അച്ഛനമ്മമാരോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല അങ്ങനെ ചെയ്തത്. അവരിൽ ലഹരി ഉണ്ടാക്കിയ മാറ്റമാണ്. അപ്പൊ പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ക്യാമ്പയിൻ ആഭ്യന്തര വകുപ്പ് തെരഞ്ഞെടുത്ത് തന്നെ സ്കൂളിൽ നിന്ന് തുടങ്ങാനാണ്. വളരെ വളരെ ശരിയായ ഒരു തീരുമാനമാണ്. നിങ്ങളാരും ഈ ലഹരിയുടെ ദൂഷിത വലയങ്ങളിൽ എത്തിയിട്ടില്ല, ഞങ്ങൾക്ക് ഉറപ്പാണ്. പക്ഷേ നിങ്ങൾ നാളെ എത്തരുത്, അതിൽ ഞങ്ങൾക്കൊരു ജാഗ്രതയുണ്ട്. നിങ്ങൾ എത്തിയേക്കാം. എല്ലാ രക്ഷിതാക്കളും പറയാം, എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല, എൻ്റെ കുട്ടിയെക്കുറിച്ചാണോ ഈ പറയുന്നത് എന്ന് എന്നോട് ചോദിച്ച ആളുകളുണ്ട്. അപ്പൊ എന്താ അതിന് കാരണം? നമുക്ക് നമ്മുടെ കുട്ടികളെ നിങ്ങളെ ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. പക്ഷേ ചില കൂട്ടുകെട്ടുകൾ, ചില ചതിക്കുഴികൾ നിങ്ങളെയും ആ വഴിയിൽ എത്തിക്കാം. അതിനുള്ളൊരു വലിയ ജാഗ്രതയാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമ്മളിവിടെ നടത്തുന്നത്. പ്രതിരോധം, പ്രചരണം, ഇതൊക്കെ വളരെ പ്രധാനമാണ് ഈ കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ക്യാമ്പസുകളെ ലഹരി മാഫിയക്ക് കീഴടക്കാൻ വിട്ടുകൊടുത്തുകൂടാ. അത് സ്കൂളായാലും കോളേജായാലും. സ്കൂളിലും ഇന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മുമ്പ് ഇതൊക്കെ കോളേജ് ക്യാമ്പസുകൾ ഭയപ്പെട്ടാൽ മതിയായിരുന്നു. പക്ഷെ ഇന്ന് സ്കൂളുകളിലും ഇതുപോലുള്ള സംഗതികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ തൂഫാൻ കേരളം കാത്തിരുന്ന ഒരു കൊടുങ്കാറ്റാണ്. കേരളത്തിൽ ആഞ്ഞടിക്കാൻ പോകുന്ന ഈ കൊടുങ്കാറ്റ് കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ രോഗമായി മാറിയ മയക്കുമരുന്നിനെ വലിച്ചെടുത്തു കൊണ്ടുപോയി അറബിക്കടലിലേക്ക് എറിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകമായ നമ്മുടെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ചാർജ് എടുത്ത അന്നു മുതൽ ഇതിനു വേണ്ടി നടത്തിയ പ്രവർത്തനം ഇന്ന് കേരളത്തിൽ ഒരു വലിയ വിജയമായി മാറിയിരിക്കുകയാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ശിഷ്യനും ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനുമായ എം ലിജു, അദ്ദേഹം തൊട്ടടുത്ത മണ്ഡലം തന്നെയാണ്, അതിലുപരി യുവ മന്ത്രി കൂടിയായിട്ടുള്ള എം ലിജു, അദ്ദേഹം എക്സൈസ് വകുപ്പിൻ്റെ ചുമതലക്കാരനായിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടെ ചേരുമ്പോൾ നേരത്തെ ആഭ്യന്തരമന്ത്രി പറഞ്ഞതുപോലെ ഈ കച്ചവടം, ഈ മയക്കുമരുന്ന് കച്ചവടം നിർത്തുന്നതാണ് എല്ലാവർക്കും നല്ലത്. അല്ലെങ്കിൽ അവരുടെ സ്ഥാനം കാരാഗൃഹത്തിലായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.